ശർക്കര വരട്ടി, കായ വറുത്തത്, അച്ചാറ്, പുളിയിഞ്ചി, പച്ചടി, കിച്ചടി, ഓലൻ, തോരൻ, അവിയല്, കൂട്ടുകറി, എരിശ്ശേരി, കാളൻ, ചോറ്, സാമ്പാർ, പപ്പടം ഉൾപ്പെടെ 14 കൂട്ടം സദ്യ ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമ്മൾ സദ്യ തയ്യാറാക്കുന്ന ഓരോരോ ഐറ്റത്തിനും ടൈം സ്റ്റാമ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഷ് മാത്രം സെലക്ട് ചെയ്ത് കാണാനും പറ്റും. ആദ്യം നമ്മൾ തോരനാണ് തയ്യാറാക്കുന്നത്. അതിനാദ്യം തന്നെ കടുക് പൊട്ടിക്കുകയാണ്. ഉണക്കമുളക്, കറിവേപ്പില, സവാള, അല്പം ഉപ്പൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് സോട്ട് എടുത്തു. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുത്തു. എല്ലാം നന്നായി മിക്സ് ചെയ്തു. 10 മിനിറ്റ് നമ്മൾ ക്യാബേജ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ്. വളരെ സ്ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക്, ചെറുള്ളി, സാദാ ജീരകം, തേങ്ങ, അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് അത് ഒരുപാട് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കില്ല. തോരനൊക്കെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ആ തോരന്റെ സ്മെല്ല്, ആ ജീരകമൊക്കെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞു വരണ ആ ഒരു ടേസ്റ്റ് ആണ് തോരന് വേണ്ടത്. ഒരുപാട് പേസ്റ്റ് ആക്കി എടുക്കരുത്. ഈ സമയം കൊണ്ട് നമ്മുടെ ക്യാബേജ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നു. നമ്മളെ തേങ്ങയുടെ മിക്സിയിലേക്ക് തട്ടാണ്. ഇതിൽ നമ്മൾ പച്ചമുളക് ചോപ്പ് ചെയ്തിട്ടില്ല. പച്ചമുളക് എല്ലാം നമ്മൾ മിക്സിയിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഈ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ പോവാണ്. ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ, ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. മഞ്ഞപ്പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം ഏത്തപ്പഴം കൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, കടുക്, തേങ്ങ അല്പം വെള്ളം ചേർത്ത്, ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, അല്പം വെള്ളം ചേർത്ത് നമ്മൾ ഫൈൻ പേസ്റ്റ് ചെയ്തെടുക്കുകയാണ്. മഷി പോലെയാണ് ഇത് അരച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് ആ പൈനാപ്പിൾ ശരിക്കും ജോയിന്റ് ആയിട്ട് വരുള്ളൂ. നന്നായിട്ട് വെന്തുടഞ്ഞു വന്നു. ഈ സമയത്ത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തേങ്ങയെല്ലാം നന്നായിട്ട് കുക്കായി വന്നു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തു. 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുന്തിരി ഇട്ട് കൊടുത്തു. താളിക്കാനായിട്ട് കടുക്, ഉണക്കമുളക്, കറിവേപ്പില, അല്പം കാശ്മീരി മുളക് കൂടി നന്നായി മിക്സ് ചെയ്ത് പച്ചടിയുടെ മുകളിൽ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയി കഴിഞ്ഞു. ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് പോവാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക്, ചോപ്പ് ചെയ്തിട്ടുള്ള പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില, ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തു. ഇഞ്ചി കുറച്ചു നേരം നന്നായിട്ട് സോത്ത് ചെയ്ത് ഒരു ഡാർക്ക് ബ്രൗൺ കളറാക്കി എടുത്തു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു. കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ആ പുളിവെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നു. 15 മിനിറ്റ് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര കൂടി ഒഴിച്ചു കൊടുത്തു. ഒരു 5 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പുളിയിഞ്ചി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള വൻപയർ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറിയ ക്യൂബായിട്ട് കട്ട് വെച്ചിട്ടുള്ള മത്തങ്ങ വാഷ് ചെയ്ത് ഇട്ട് കൊടുത്തു. കറിവേപ്പില, പച്ചമുളക്, അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി, അല്പം കാശ്മീരി മുളക് പൊടി അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെച്ചു. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങാ പേസ്റ്റ് അരച്ചെടുക്കുകയാണ്. ചെറുള്ളി, പച്ചമുളക്, കറിവേപ്പില, സാദാ ജീരകം, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇതെല്ലാം അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്തു. ഈ സമയം കൊണ്ട് മത്തങ്ങ എല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ഇതിലേക്ക് തേങ്ങാ പേസ്റ്റ് ചേർത്ത് കൊടുത്തു. നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള വൻപയർ അല്പം സ്റ്റോക്കോട് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങാ പേസ്റ്റ് എല്ലാം നന്നായി കുക്കായി വന്നതിന് ശേഷം ഇതിന്റെ ഗാർണിഷിനായിട്ട് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില, ഉണക്കമുളക്, അതിലേക്ക് ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തു. തേങ്ങ എല്ലാം ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടി എല്ലാം നന്നായി മിക്സ് ചെയ്തു. അത് നമ്മൾ എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ എരിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അടുത്ത് കായ വറുത്ത് ചെയ്യാം. 3 കായ എടുത്ത് അതിന്റെ തൊണ്ടെല്ലാം കളഞ്ഞ് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിന്റെ പുറത്തെ ലെയർ ചെറുതായിട്ടൊന്ന് ചുരണ്ടി കളഞ്ഞ് നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് ഒരു ചെറിയ ബൗളിലേക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി, അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. ഒരേ വലുപ്പത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കായ വറുത്ത് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ മഞ്ഞപ്പൊടി, ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. കായ വറുത്ത് റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ശർക്കര വരട്ടി തയ്യാറാക്കാൻ പോവാണ്. കായ 2ആയി പിളർന്ന് ഒരേ വലുപ്പത്തിലുള്ള ക്യൂബ് പീസുകളായിട്ട് കട്ട് ചെയ്ത് ചൂടായി വന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് കൊണ്ടേ നമുക്ക് ഈ കായ എല്ലാം കറക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ വളരെ സ്ലോ ഫ്ലെയിമിൽ നമ്മൾ ആദ്യം കുക്ക് ചെയ്തു. അവസാനം എടുക്കാൻ നേരത്ത് മാത്രമേ നമ്മൾ ഫയർ കൂട്ടിയിടുള്ളൂ, ആ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. കറക്റ്റ് പരുവത്തിന് നമ്മുടെ കായ എല്ലാം വറുത്ത് കിട്ടി. ഇനി നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഇത് സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ശർക്കര വരട്ടി തണുത്തു പോകും. ശർക്കരയിലെ വെള്ളം എല്ലാം പറ്റി നമ്മൾ 200 ഗ്രാം ശർക്കരയ്ക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ മെൽറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കായ കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു. ഈ സമയത്ത് നമ്മൾ ബർണർ ഓഫ് ചെയ്തു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി, ജീരകത്തിന്റെ പൊടി, ചുക്ക് പൊടി എല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു. നന്നായി മിക്സ് ചെയ്ത് ആ വൈറ്റ് കളർ എല്ലാം പോയി ഒരു 5 മിനിറ്റിനുള്ളിൽ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നു. നമ്മളിത് ബൗളിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ശർക്കര വരട്ടി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ശർക്കര വരട്ടി തയ്യാറാക്കി മാറ്റി വെച്ചു. ഇനി അടുത്ത് നമ്മൾ അവിയൽ തയ്യാറാക്കാനായിട്ട് പോവാണ്. പാനിലേക്ക് അവിയലിന്റെ കഷ്ണങ്ങളായിട്ടുള്ള ചേന, കായ, ക്യാരറ്റ്, വള്ളിപ്പയർ, മുരിങ്ങാക്കോല്, പടവലം, അതിലേക്ക് ഒരു സവാള കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില, ഉപ്പ്, മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി, വെളിച്ചെണ്ണ, പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വാഴയില വെച്ച് അതിന് മുകളിൽ ലിഡ് കൂടി വെച്ച് അടച്ചു കൊടുത്തു. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട്
നമ്മൾ അവിയലിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തേങ്ങയുടെ മിക്സ് തയ്യാറാക്കാൻ പോവാണ്. മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക്, ചെറുള്ളി, നമ്മൾ അഡീഷണൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില, ആവശ്യത്തിന് തേങ്ങ, ഒരല്പം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. അവിയലിന് അരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തോരനെല്ലാം കുറച്ചുകൂടി കൂടുതലായിട്ട് ചതഞ്ഞ് കിട്ടണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ തേങ്ങ എല്ലാം ചതച്ചെടുത്തു. അവിയലിന്റെ കഷ്ണം എന്തോന്ന് അറിയാനായിട്ട് ഒരു ചേനയുടെ പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഞെക്കി നോക്കുക. പൊടിക്കും കൂടി വേവാനുണ്ട്. അപ്പൊ ഇത് തുറന്നു വെച്ച് ഓവറായിട്ട് തീ കൂട്ടിയിട്ട് ചെയ്യരുത്. വളരെ സ്ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച്, കാരണം ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യുക. കാരണം അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം വേവിക്കാൻ വച്ച സമയത്താണ് നമ്മൾ തേങ്ങ ചിരണ്ടി അതിനുള്ള അവിയലിന്റെ മിക്സ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ടൈമും കൂടി അവിടെ ലാഭിക്കാൻ പറ്റും. തേങ്ങയെല്ലാം കഷ്ണത്തിലേക്ക് പിടിക്കും പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു. അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. നമ്മുടെ അവിയൽ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സാമ്പാർ തയ്യാറാക്കാൻ പോവാണ്. സാമ്പാർ ഉണ്ടാക്കാനുള്ള പുളി ആയെന്ന് തന്നെ വെള്ളത്തിലിട്ടു, നല്ലോണം പിഴിഞ്ഞു മാറ്റി വെച്ചു. കുക്കറിലേക്ക് അല്പം പരിപ്പ് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ്. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് അതിനല്പം ചെറുള്ളി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നതിനായും തന്നെ നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തു. മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങാക്കോല്, പടവലങ്ങ വെന്ത് വന്നിട്ടുള്ള പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഒരു 80% കുക്കായി വരുമ്പോൾ ഉലുവ പൊട്ടി വരുമ്പോൾ കടുക്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള, ഉണക്കമുളക്, കറിവേപ്പില, ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന് ആവശ്യമുള്ള മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, സാമ്പാർ പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. തക്കാളി കൂടി ചേർത്ത് കൊടുത്തു. ഇതിന് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എല്ലാം നന്നായി ഇളക്കി. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം വളരെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. സാമ്പാറിന്റെ മസാല വെന്ത് വന്ന കഷ്ണങ്ങളിലേക്കും പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു. അതെല്ലാം നന്നായി മിക്സ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. നമ്മുടെ സാമ്പാർ റെഡി ആയി കഴിഞ്ഞു. ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിയിലയോ അല്പം നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ, കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ബീറ്റ്റൂട്ട് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അല്പം വെള്ളം ചേർത്ത് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. ഇതൊരു തൊടുകറിയാണ്. ചെറുള്ളി, പച്ചമുളക്, തേങ്ങ, കറിവേപ്പില, സാദാ ജീരകം, പിന്നെ കടുക് ഇട്ടിട്ടാണ് നമ്മൾ നല്ലോണം പേസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആ ഫൈൻ പേസ്റ്റ് വേണം എടുക്കാൻ. കാരണം ചെറുതായിട്ട് പേസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ മോൾ ഭാഗം എല്ലാം പിരിഞ്ഞ പോലെ മുകളിൽ പൊന്തി കിടക്കും. അതുകൊണ്ട് ഫൈൻ പേസ്റ്റ് വേണം നമ്മൾ ഇതിലേക്ക് ഇടാൻ. തേങ്ങ അരപ്പ് ചേർത്ത് 5 മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കുറുകി വന്നു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ബർണർ ഓഫ് ചെയ്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൽ അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ കുറുക്കുകാളൻ തയ്യാറാക്കാൻ പോവാണ്. പാനിലേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കായയും ചേനയും അല്പം വെള്ളം ചേർത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, പച്ചമുളക്, ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ കായയും ചേനയും എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരും, വെന്തുടഞ്ഞു വരും. ഈ സമയത്ത് നമ്മൾ ഇതിന്റെ തേങ്ങയുടെ മിക്സ് തയ്യാറാക്കാൻ പോകണം. ഈ തേങ്ങയുടെ മിക്സിലാണ് എല്ലാ കറിയുടെയും ടേസ്റ്റ് ഇരിക്കുന്നത്. ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആവണം. തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, സാദാ ജീരകം, ചെറുള്ളി, അല്പം വെള്ളം ചേർത്ത് ഫൈൻ പേസ്റ്റ് ചെയ്തെടുത്തു. നന്നായിട്ട് വെന്തുടഞ്ഞു വന്ന വെജിറ്റബിളിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്തു. ഒരു 5 മിനിറ്റോളം വീണ്ടും നമ്മൾ കുക്ക് ചെയ്തെടുത്തു. ഇതിലേക്ക് തൈര് കൂടി നന്നായിട്ട് ഉടച്ചു ചേർത്ത് കൊടുത്തു. താളിപ്പിനായിട്ട് ഉലുവ പൊട്ടിച്ചു, കടുക്, ഉണക്കമുളക്, കറിവേപ്പില, അല്പം കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്ത് താളിപ്പ് ഒഴിച്ചു കൊടുത്ത് അല്പം കുരുമുളക് കൂടി ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കാളൻ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ സദ്യയിൽ നേരത്തെ തയ്യാറാക്കി വെക്കാൻ പറ്റിയ അച്ചാറുകൾ, കാളൻ, പുളിയിഞ്ചി, കായ വറുത്ത്, ശർക്കര വറ്റി, ഇതൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി മാറ്റി വെക്കുക. ഓലൻ തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, കറിവേപ്പില, അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള വൻപയർ നേരത്തെ വേവിച്ച് വെച്ചിരുന്നു. അതിന്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് വൈറ്റ് കളറാണ് വേണ്ടത്. അതുകൊണ്ട് വൻപയർ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 2-ാം പാലാണ് ഒരു 10 മിനിറ്റോളം കുക്കായി വരുന്നത്. അപ്പൊ നല്ല തിക്കായിട്ട് ഈ ഒരു കറി മാറും. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓലൻ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഓലൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് പോവാണ്. കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് ചെറിയ ക്യൂബുകളായിട്ട് ചേന, ക്യാരറ്റ്, കായ, പടവലങ്ങ, അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഉപ്പ്, മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് ചെറുള്ളി, തേങ്ങ, പച്ചമുളക്, ജീരകം, അല്പം വെള്ളം കൂടി ചേർത്ത് എല്ലാം നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ചെയ്തെടുത്തു. ഇത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തു. നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തേങ്ങ വറക്കാൻ പോവാണ്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിച്ചു. ഉണക്കമുളക്, കറിവേപ്പില, തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ കാശ്മീരി മുളക് കൂടി. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കറി എല്ലാം റെഡിഷ് കളറിലായിട്ട് മാറി. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൂട്ടുകറി സെർവ് ചെയ്യാം.
ഓക്കെ, കൂട്ടുകറി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഇനി അച്ചാർ തയ്യാറാക്കാനായിട്ട് പോവാണ്. അത് 4 കട്ട് ചെയ്ത് അതിന്റെ കുരുവും തണ്ടെല്ലാം കളഞ്ഞ് ഉപ്പൂടി ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഇത് വെന്ത് വരും. മസ്റ്റാർഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉലുവ, പൊട്ടി വരുമ്പോൾ കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി വളരെ സ്ലോ ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്തു. ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. മസാലയെല്ലാം വളരെ സ്ലോ ഫ്ലെയിമിൽ കുക്കായി വന്നു. അല്പം വെള്ളത്തോടു കൂടി നാരങ്ങ വേവിച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ സദ്യ തയ്യാറാക്കുമ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കറികളെല്ലാം ഏറ്റവും അവസാനം തയ്യാറാക്കുക. അച്ചാറുകൾ, കായ വറുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യം തയ്യാറാക്കി വെക്കുക. പപ്പടമൊക്കെ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് വേണം സദ്യ തയ്യാറാക്കാൻ. വിളമ്പണ രീതി നമ്മളിവിടെ കാണിക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു തൂശനയിൽ എടുത്തു. അതിലേക്ക് അല്പം വെള്ളം തളിച്ചു കൊടുത്തു. ആദ്യം തന്നെ നമ്മുടെ ഇലയുടെ താഴത്തെ ഭാഗത്തായിട്ട് കായ വറുത്തതും ശർക്കര വറ്റി വെച്ചു കൊടുത്തു. പിന്നെ എന്റെ മുകളിൽ അച്ചാർ പുളിയിഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിൽ നമ്മൾ ഓലൻ ഇട്ട് കൊടുത്തു. ബീറ്റ്റൂട്ട് പച്ചടി വിളമ്പാണ്. നമ്മുടെ പൈനാപ്പിൾ പച്ചടി. അടുത്തായിട്ട് നമ്മുടെ ക്യാബേജ് തോരൻ വിളമ്പി കൊടുത്തു. അവിയൽ ഇട്ട് കൊടുത്തു. പിന്നെ എരിശ്ശേരി, കൂട്ടുകറി, കാളൻ. അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ നെയ്യും പരിപ്പും വിളമ്പുക. അത് ചോറിന്റെ കൂടെയും വിളമ്പാൻ പറ്റും. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ സാമ്പാർ കൂടി ഒഴിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മൾ പപ്പടം വെച്ചു കൊടുക്കുകയാണ്. സാമ്പാർ നല്ല എരിവും പുളി എല്ലാം ഉള്ള സാമ്പാറാണ്. നമുക്ക് അല്പം അവിയൽ കൂടി കഴിച്ചു നോക്കാം. നന്നായിട്ട്. ഇനി എരിശ്ശേരി, അടിപൊളി. ഇനി കൂട്ടുകറി വെച്ച് കഴിച്ചു നോക്കാം. വാവ്, സൂപ്പർ. ഇനി നമുക്ക് കുറച്ച് കാളം കൂട്ടി കഴിച്ചു നോക്കാം. കാളം കുഴപ്പമില്ല, കാളിന് കുറച്ച് പുളി കൂടുതലാണ്. ഇനി നമുക്ക് തോരൻ കൂട്ടി കഴിച്ചു നോക്കാം. തോരൻ നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി കൂടി കഴിച്ചു നോക്കാം. പൈനാപ്പിൾ പച്ചടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി എടുത്ത് നോക്കാം. ബീറ്റ്റൂട്ട് പച്ചടി നല്ലതാണ്. നമുക്ക് ഓലം കൂട്ടി കഴിച്ചു നോക്കാം. ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യില്ല, വല്ലപ്പോഴും ഒരിക്കലും ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഉണ്ട്. നമ്മൾ നാരങ്ങാച്ചാർ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ ടേസ്റ്റ് ആയിട്ടില്ല. 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയാനെ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിയൽ ഇഷ്ടമായി. സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടുകറി നല്ലതായിരുന്നു. പുളിയിഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ട്. എന്നാലും ഈ ഒരു 3-4 കറിയാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നി. ഓലൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് കൂടി ഓലന് ചേർത്തുകൊണ്ട് നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തേങ്ങാപ്പാൽ കൂടി ചേർത്തുകൊണ്ട് ഓല നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സദ്യയുടെ പ്രത്യേകത വെച്ചാൽ എല്ലാം പല ടേസ്റ്റാണ്. അപ്പൊ പൈനാപ്പിൾ ആണെങ്കിൽ മധുരമായിരിക്കും. എല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളറും വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സും ആണ്. അപ്പൊ നമ്മൾ പായസത്തിന്റെ വീഡിയോ വേറെ തയ്യാറാക്കി ഇടുന്നതാണ്. അപ്പൊ ഇതേപോലെ സദ്യ തയ്യാറാക്കിയിട്ട് എന്തായാലും കമന്റ് ചെയ്യുക.